വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സമിറ്റ് IASന്റെ KS ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഷിജിൽ, ഫാക്കൾട്ടി ഓഫ് ഇക്കണോമിക്സ്. നമ്മൾ KSന്റെ സിലബസിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരു ഏരിയയാണ് ഇക്കോണമി എന്ന് പറയുന്നത്. ഇക്കോണമിക്കകത്ത് ഏകദേശം 9ഓളം ഏരിയാസ് ആണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആ ഏരിയാസ് ഒക്കെ കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയും ഒരു പ്രത്യേക സ്ട്രാറ്റജി ഫോളോ ചെയ്യുകയും ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു വലിയ സിലബസ് ആണ് ഇക്കോണമിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇക്കോണമി പഠിക്കേണ്ടത്? ഇക്കോണമി പഠിക്കുമ്പോൾ സ്വീകരിക്കേണ്ട സ്ട്രാറ്റജീസ് എന്തെല്ലാമാണ്? എങ്ങനെയൊക്കെയാണ് നമുക്ക് ഡേറ്റകളും കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യാൻ സാധിക്കുന്നത്? തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇക്കോണമിക്കകത്ത് ഇക്കോണമി ആൻഡ് പ്ലാനിംഗ് എന്ന് പറഞ്ഞ ഏരിയയാണ് കാര്യമായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ആദ്യത്തെ ഭാഗത്ത് വരുന്നത് ഇന്ത്യൻ ഇക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ളതാണ്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥ എന്തായിരുന്നു? അഗ്രികൾച്ചർ എങ്ങനെയാണ്, ഇൻഡസ്ട്രിയൽ സെക്ടർ എങ്ങനെയാണ്, ട്രേഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യൻ ഇക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ള ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് തന്നെ നമ്മളതിനെ പ്രീ ബ്രിട്ടീഷ് പീരീഡ്, ബ്രിട്ടീഷ് പീരീഡ്, പോസ്റ്റ് ബ്രിട്ടീഷ് പീരീഡ് എന്നുള്ള ഒരു കാറ്റഗറി വെച്ചുകൊണ്ടാണ് നമ്മൾ അതിനെ വിശകലനം ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം വരുന്നതാണ് ഇന്ത്യൻ ഇക്കോണമി ഇൻ ദി പോസ്റ്റ് റിഫോം പീരീഡ് ആഫ്റ്റർ 1991, 1991 ശേഷമുള്ള ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥ എന്താണ്? അത് ന്യൂ ഇക്കണോമിക് പോളിസി നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് നോക്കുന്നുണ്ട്. അതിനുശേഷം ഉണ്ടായ മാറ്റങ്ങളെല്ലാം ഇതിനകത്ത് അനലൈസ് ചെയ്യുന്നുണ്ട്. ദെൻ ന്യൂ ഇക്കണോമിക് റിഫോംസ്, അതിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന റീസെന്റ് ഡെവലപ്മെന്റ്സ് കൂടി നമ്മൾ പരിഗണിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് സെക്ഷൻ ഈസ് നീതി ആയോഗ്, നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, സെക്ടറൽ കോമ്പോസിഷൻ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടർ. ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, അതായത് ഇന്ത്യയുടെ ഒരു പ്ലാനിംഗ് ഹിസ്റ്ററി നോക്കിയതിനു ശേഷം നമ്മൾ പ്ലാനിംഗ് കമ്മീഷൻ, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, നീതി ആയോഗ് തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കുകളെ കുറിച്ച് പഠിക്കുന്നു. അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ എങ്ങനെയാണ്, അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിന്റെ ഓർഗനൈസേഷൻ സെറ്റപ്പ്, റീസെന്റ് ഇൻഡൈസസ് അല്ലെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകളൊക്കെയാണ് നമ്മൾ കാര്യമായിട്ട് ഇതിനകത്ത് നോക്കുന്നത്. അതുപോലെ തന്നെ ഡിഫറെന്റ് സെക്ടേഴ്സ്, ഇന്ത്യൻ ഇക്കോണമിക്കകത്ത് ഡിഫറെന്റ് സെക്ടേഴ്സ് ആയിട്ടുള്ള പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷ്യറി സെക്ടർ, അതിന്റെ കോൺട്രിബ്യൂഷൻ, ടോട്ടൽ GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എത്രയാണ്, ഈ എംപ്ലോയ്മെന്റിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എത്രയാണ്, അതാണ് അതിനകത്ത് അനലൈസ് ചെയ്യുന്നത്. ദെൻ അതർ പാർട്ടീസ് ഡെവലപ്മെന്റ് അണ്ടർ ഡിഫറെന്റ് പോളിസി റെജിംസ്, അതായത് 5-year പ്ലാന്, അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഇന്ത്യൻ ഇക്കോണമിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തെ കുറിച്ചാണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. റീസെന്റ് ഡെവലപ്മെന്റ്സ്, അതിന്റെ ഗോൾസ്, കൺസ്ട്രെയിൻസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പോളിസി ഫ്രെയിംവർക്ക്. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് ഏരിയ ഓഫ് ഇക്കോണമി. KSന്റെ സിലബസിനകത്ത് ഫസ്റ്റ് ഏരിയ ആണ് ഇക്കോണമി ആൻഡ് പ്ലാനിങ്ങിനകത്ത് വരുന്നത്. ഇന്ത്യൻ ഇക്കോണമി, അതിന്റെ സിറ്റുവേഷൻ, 1947 സിറ്റുവേഷൻ, 1991 വരെ, 91 ശേഷം പിന്നെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കും അതേപോലെ തന്നെ കുറച്ച് ഡീറ്റെയിൽസും ആണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. And the second part is nothing but agriculture sector. ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിന്റെ ഒരു തറ അനാലിസിസ് തന്നെ നമ്മൾ ഇതിനകത്ത് നടത്തണം. അതായത് ലാൻഡ് റീഫോംസ് വരുന്നുണ്ട്, 1947 ശേഷം നടന്ന ലാൻഡ് റീഫോംസ്, അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ചേഞ്ച്, അഗ്രികൾച്ചർ സെക്ടറിനകത്ത് വന്നിരിക്കുന്ന ടെക്നോളജിക്കൽ ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ നോക്കുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്രോപ്സുകളെ കുറിച്ചും അതിന്റെ ക്രോപ്പിംഗ് പാറ്റേണിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നു. ഇറിഗേഷൻ ഫെസിലിറ്റീസ്, പ്രൈസിംഗ് ഓഫ് അഗ്രികൾച്ചർ ഇൻപുട്സ്, അഗ്രികൾച്ചർ ഫിനാൻസ് ആൻഡ് പോളിസി, മാർക്കറ്റിംഗ്, ഇഷ്യൂ ഓഫ് ഫുഡ് സെക്യൂരിറ്റി ഇഷ്യൂസുമായി ബന്ധപ്പെട്ട ഒരുപാട് റീസെന്റ് ആയിട്ടുള്ള ഡിബേറ്റ്സുകളൊക്കെ നടക്കുന്ന ചില റീസെന്റ് കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ TDS, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, TPDS, ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ഈസ് ഗ്രീൻ റെവല്യൂഷൻ. 1960s ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിൽ ഉണ്ടായ ഒരു കുതിച്ചുചാട്ടമാണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഫ്രെയിംവർക്ക് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. ഇത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, അതിന്റെ മെത്തേഡ്സ്, ക്ലൈമറ്റ് റെസിലിയൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓർഗാനിക് ഫാമിംഗ് തുടങ്ങിയ അഗ്രികൾച്ചർ സെക്ടറിലെ നൂതനമായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചില മെത്തേഡ്സുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ, അഗ്രികൾച്ചർ സെക്ടർ എന്നുള്ള പാർട്ടിൽ ഡീൽ ചെയ്യുന്നത്. ആൻഡ് തേർഡ് വൺ, ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇൻഡസ്ട്രിയൽ സെക്ടറിനകത്ത് ഇൻഡസ്ട്രിയൽ പോളിസീസ്, 1948 Industrial Policy Resolution, 1956 Industrial Policy Resolution,
അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടറുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ള ഒരുപാട് റെസൊല്യൂഷൻസുകൾ നമ്മൾ നോക്കുന്നു. ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ പെർഫോമൻസ് നോക്കുന്നു, കോർ ഇൻഡസ്ട്രീസ്, ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ ടു എംപ്ലോയ്മെന്റ് ആൻഡ് GDP, പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യുന്നു, പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. അതുപോലെ തന്നെ 1991 ശേഷം ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉണ്ടായിട്ടുള്ള കാര്യമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് നോക്കുന്നു, ഇൻഡസ്ട്രിയൽ സെക്ടർ ബോട്ടിൽ നെക്സിനെ കുറിച്ച് നോക്കുന്നു. അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ്, ദെൻ കോമ്പറ്റീഷൻ പോളിസീസ്, ഇ-കൊമേഴ്സ്, എഫക്ട്സ് ഓഫ് ലിബറലൈസേഷൻ ഓൺ ദി ഇക്കോണമി തുടങ്ങിയ ഒരുപാട് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയൽ പോളിസി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നുള്ള ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അത് കംപ്ലീറ്റ് ഫ്രെയിംവർക്ക്, MSME വരുന്നുണ്ട്, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എക്സ്പോർട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ ഇതിനകത്ത് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യും. ദെൻ ഫോർത്ത് വൺ, ഇൻഫ്രാസ്ട്രക്ചർ. ഇന്ത്യയുടെ കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫ്രെയിംവർക്കിനെ കുറിച്ചുള്ള അനാലിസിസ് ആണ് ഈ ഒരു ഫോർത്ത് പാർട്ടിൽ വരുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ, അതായത് നമുക്കറിയാം ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിനെ കാണുന്നത്. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചറിന്റെ റോള് ഒരു ഇക്കണോമിക് ഡെവലപ്മെന്റ്, ഒരു രാജ്യത്തിന്റെ ഇക്കണോമിക് ഡെവലപ്മെന്റിൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ റോൾ എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ കണ്ടീഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഫോർത്ത് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. Meaning and importance of infrastructure, water supply, sanitation, energy and power, science and technology, rural and urban infrastructure, ports, roads, airport, railways, telecommunications, dams, inland waterways, social impact assessment. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത്, SIA എന്ന് പറയുന്നത്. എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് പോലെ തന്നെയുള്ളതാണ് സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത്. So this is the fourth part of the syllabus. And the next one is trend and patterns in structure of population over time. So demography. The demography കുറിച്ച് ഡീൽ ചെയ്യുന്നതാണ് നമ്മുടെ ഫിഫ്ത്ത് പാർട്ട് എന്ന് പറയുന്നത്. ഗ്രോത്ത് റേറ്റ്, ജെൻഡർ, റൂറൽ, മൈഗ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റൂറൽ അർബൺ ആ ഒരു ഡിസ്പാരിറ്റി എത്രത്തോളമാണ്, ഇനീക്വാലിറ്റി എത്രത്തോളമാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നു. ലിറ്ററസി റേറ്റ്, സ്ട്രക്ചർ ആൻഡ് ട്രെൻഡ്സ് ഓഫ് പോവർട്ടിയുടെ മാഗ്നിറ്റ്യൂഡ്, പോവർട്ടിയുടെ ട്രെൻഡ്സ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഇനിക്വാലിറ്റി, വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് മെഷർമെന്റ് ഓഫ് ഇനിക്വാലിറ്റീസ്, unemployment, the nature of unemployment in India, types of unemployment in India, what are the measures for unemployment in India തുടങ്ങിയ കാര്യങ്ങൾ. എന്തെല്ലാം ട്രെൻഡ്, എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് എത്രയാണ്, ഡിസ്ഗ്വൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എത്രയാണ്, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഈ അൺഎംപ്ലോയ്മെന്റ് എന്നുള്ള ഭാഗത്തിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ്, രാജ്യത്തിന്റെ വികസന സൂചികകൾ. ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, ദാറ്റ് ഈസ് PQLI, HDI, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ്, HPI, then ജെൻഡർ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, GDI, നാഷണൽ ഹാപ്പിനെസ് ഇൻഡെക്സ് തുടങ്ങിയ റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് തുടങ്ങിയ ഒരുപാട് ഇൻഡെക്സുകളെ കുറിച്ച് നമ്മൾ ഈ ഒരു പാർട്ട് 5 ഡിസ്കസ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ദി ഡെമോഗ്രഫി ഓഫ് ഇന്ത്യ. ആൻഡ് ദി സിക്സ്ത് പാർട്ട് ഈസ് പബ്ലിക് ഫൈനാൻസ് ഓർ ഫിസ്ക്കൽ എക്കണോമിക്സ്. അപ്പോൾ ഫിസ്ക്കൽ എക്കണോമിക്സിനെ കുറിച്ചാണ് ഈ ഒരു സിക്സ്ത് പാർട്ട് ഡീൽ ചെയ്യുന്നത്. പബ്ലിക് ഫിനാൻസ് ഈസ് നത്തിങ് ബട്ട് ഡീൽസ് വിത്ത് ദി എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂസ് ഓഫ് ദി ഗവൺമെന്റ്. അപ്പോൾ ഗവൺമെന്റിന്റെ വരവിനെ കുറിച്ചും ചെലവിനെ കുറിച്ചും പ്രതിപാദിക്കുന്ന ഇക്കണോമിക്സിലെ ഒരു ഏരിയയാണ് പബ്ലിക് ഫൈനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിക് ഫൈനാൻസിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനും കാര്യങ്ങളാണ് നമ്മുടെ സിക്സ്ത് പാർട്ടിനകത്ത് വരുന്നത്. ഗവൺമെന്റ് ബഡ്ജറ്റിംഗ് എന്തൊക്കെയാണ്, വാട്ട് ആർ ദി ബഡ്ജറ്റ് മേക്കിംഗ് പ്രൊസീജിയേഴ്സ് ഇൻ ഇന്ത്യൻ ടാക്സ് സിസ്റ്റം, that is direct tax and indirect tax, classification of taxes, tax departments, public expenditure, public debt, deficit and subsidies in the Indian economy, then central state financial relations. ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ ഡിസ്കസ് ചെയ്യുന്നു. റീസെന്റ് ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസി ഇഷ്യൂസ് ആൻഡ് ദെയർ ഇമ്പാക്ട്, അതായത് ഗവൺമെന്റ് അനൗൺസ് ചെയ്യുന്ന ഫിസ്ക്കൽ പോളിസീസും അതേപോലെ തന്നെ RBI അനൗൺസ് ചെയ്യുന്ന മോണിറ്ററി പോളിസീസും തമ്മിലുള്ള വ്യത്യാസങ്ങളും അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസുമാണ് ഈ ഒരു ഭാഗത്ത് ഡീൽ ചെയ്യുന്നത്. സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് റിഫോംസ്. ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിൽ വന്നിരിക്കുന്ന റിഫോംസ്, നമുക്കറിയാം റീസെന്റ് ആയിട്ട് ഒരുപാട് മെർജിങ്ങും കാര്യങ്ങളൊക്കെ ഇന്ത്യൻ ഇക്കോണമിയിൽ ബാങ്കിങ് സെക്ടറുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. NBFCs ഒരുപാട് പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്.
അല്ലെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ബാങ്കിങ് മേഖലകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. GST കോൺസെപ്റ്റ് ആൻഡ് ഇംപ്ലിക്കേഷൻസ്, GSTയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. കോൺസെപ്റ്റ് ആൻഡ് ഇംപ്ലിക്കേഷൻസ് ഓഫ് GST ഇൻ ഇന്ത്യ. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ഷെയർ മാർക്കറ്റ്, ഇന്ത്യൻ ഇക്കോണമിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്, ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി മാർക്കറ്റ് എന്താണ്, ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ്? അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത് തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് കാര്യങ്ങൾ വരുന്നുണ്ട്, അതിന്റെ ട്രേഡും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ബേസിക് കോൺസെപ്റ്റുകൾ നമുക്കറിയണം. ഓപ്ഷൻ എന്താണ്, അതേപോലെ തന്നെ FII ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെന്റ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഫ്യൂച്ചേഴ്സ് എന്താണ്, ബോണ്ട്, ട്രഷറി ബില്ല് തുടങ്ങി ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഷെയർ എന്താണ്, അതിന്റെ ടൈപ്സ് എന്താണ്, അതിന്റെ ഡീലിങ്സ് എങ്ങനെയാണ് വരുന്നത്, ഏതൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് തുടങ്ങിയ ഒരുപാട് ക്യാപിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയുടെ അവിഭാജ്യ ഘടകമായിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദി പബ്ലിക് ഫൈനാൻസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ട്രെൻഡ്, കോമ്പോസിഷൻ, സ്ട്രക്ചർ ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇന്ത്യസ് ഫോറിൻ ട്രേഡ്. സോ ഇത് കംപ്ലീറ്റ്ലി എക്സ്റ്റേണൽ സെക്ടറുമായി ബന്ധപ്പെട്ട ഒരു ഏരിയയാണ്. എക്സ്റ്റേണൽ സെക്ടർ എന്ന് പറയുമ്പോൾ ട്രേഡുമായി ബന്ധപ്പെട്ട, ഇന്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് ഡീൽ ചെയ്യുന്നത്. ട്രെൻഡ്, ഇന്ത്യയുടെ ഇന്റർനാഷണൽ ട്രേഡിന്റെ ട്രെൻഡ് എന്താണ്, കോമ്പോസിഷൻ, എവിടേക്കൊക്കെയാണ് നമ്മളിത് കയറ്റുമതി ചെയ്യുന്നത്, ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് നമ്മൾ കയറ്റുമതി ചെയ്യുന്നത്, ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്, എക്സ്പോർട്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ്, എക്സ്പോർട്ട് സർപ്ലസ് ഉണ്ടോ, ഇമ്പോർട്ട് സർപ്ലസ് ആണോ, അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡെഫിസിറ്റ് ആണോ, അല്ലെങ്കിൽ ബാലൻസ് ഓഫ് ട്രേഡിലുള്ള അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഡയറക്ഷൻ ഓഫ് ഇന്ത്യസ് ഫോറിൻ ട്രേഡ്, ഇന്ത്യസ് ബാലൻസ് ഓഫ് പേയ്മെന്റ് സിറ്റുവേഷൻ ഇൻ ദ പോസ്റ്റ് റീഫോം പീരീഡ്. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഏരിയ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായിട്ട് നടത്തുന്ന ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് എല്ലാം രേഖപ്പെടുത്തി വയ്ക്കുന്ന ഒരു അക്കൗണ്ട് ആണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടിൽ ഇമ്പോർട്ടിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തെ ഇഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ 1991 ശേഷം പോസ്റ്റ് റീഫോം പീരീഡിൽ ബാലൻസ് ഓഫ് പേയ്മെന്റിനകത്ത് ഉണ്ടായ ചില മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അത് ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എക്സ്റ്റേണൽ സെക്ടറിന്റെ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദി 8th പാർട്ട് ഈസ് ഇക്കോണമി ഓഫ് കേരള സ്റ്റേറ്റ്. അത് കേരള ഇക്കോണമിയാണ് നമ്മുടെ 8th പാർട്ട് എന്ന് പറയുന്നത്. കേരള ഇക്കോണമി, നമ്മൾ ഇന്ത്യൻ ഇക്കോണമിയുടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, അതുപോലെ തന്നെ പബ്ലിക് ഫിനാൻസ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതേ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നു, ഈ കേരള ഇക്കോണമിക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് ഇക്കോണമി ഓഫ് കേരള സ്റ്റേറ്റ് ആൻ ഓവർവ്യൂ, കേരളത്തിന്റെ പോപ്പുലേഷനെ കുറിച്ച്, ഡെമോഗ്രഫിയെ കുറിച്ച് പഠിക്കണം. മേജർ അഗ്രികൾച്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു, കേരളത്തിന്റെ ഇൻഡസ്ട്രീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു, സർവീസ് സെക്ടർ, 3 സെക്ടേഴ്സുമായി. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ, ഇതെല്ലാം നമ്മൾ ഇന്ത്യൻ ഇക്കോണമിക്കകത്ത് സിലബസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു ഇന്ത്യൻ ഇക്കോണമിയെ ഫോക്കസ് ചെയ്തത്. അവസാനത്തെ 2 പാർട്ടുകൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കേരള ഇക്കോണമിയാണ്. അപ്പോൾ കേരള ഇക്കോണമിക്കകത്തുള്ള അഗ്രികൾച്ചറിനെ കുറിച്ചും ഇൻഡസ്ട്രിയെ കുറിച്ചും സർവീസ് സെക്ടർ അല്ലെങ്കിൽ ടെർഷ്യറി സെക്ടറിനെ കുറിച്ചും കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ എങ്ങനെയൊക്കെയാണ്. ദെൻ മേജർ ഡെവലപ്മെന്റ് പ്രോജക്ട്സ് ഓഫ് കേരള ഗവൺമെന്റ് നടത്തുന്ന പ്രധാനപ്പെട്ട പ്രോഗ്രാംസ് ആൻഡ് സ്കീംസ്, വെൽഫെയർ പ്രോഗ്രാംസും സ്കീമുകളെ കുറിച്ചും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സെക്ടർ, കേരളത്തിന്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിനകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കോപ്പറേറ്റീവ് സെക്ടർ എന്ന് പറയുന്നത്. ദെൻ ഹിസ്റ്ററി ആൻഡ് റെലവന്റ് പോളിസീസ് ഇൻ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്, കേരളത്തിൽ ഒരുപാട് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഉണ്ട്, കോർ ഇൻഡസ്ട്രി, കാഷ് ഇൻഡസ്ട്രി തുടങ്ങിയ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്, ബ്യൂട്ടി ഇൻഡസ്ട്രീസ്. അപ്പോൾ ആ ഇൻഡസ്ട്രീസിന്റെ ഒക്കെ ഒരു പെർഫോമൻസ് അനാലിസിസ് നമ്മൾ നോക്കണം. ദെൻ IT സെക്ടർ, കേരളത്തിലെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ IT മേഖല വളരെയധികം, സർവീസ് സെക്ടർ വളരെയധികം കുതിച്ചാട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ IT സെക്ടറിന്റെ റോൾ എന്താണ് കേരള ഇക്കോണമിക്കകത്ത്. ദെൻ അടുത്ത ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രവാസി ആൻഡ് ഫോറിൻ റെമിറ്റൻസ്. അപ്പോൾ പ്രവാസി ആൻഡ് ഫോറിൻ റെമിറ്റൻസ് പറയുമ്പോൾ കേരളത്തിലേക്കുള്ള ഗൾഫ് റെമിറ്റൻസിന്റെ ഒഴുക്കിനെ കുറിച്ച്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ ഗൾഫിൽ ഉണ്ടാകുന്ന പോളിസീസിന്റെ ഭാഗമായിട്ട് അൺഎംപ്ലോയിഡ് ആയിട്ട് നാട്ടിലേക്ക് വരുന്ന ആളുകളെ എങ്ങനെയാണ് കേരള ഗവൺമെന്റ് റീഹാബിലിറ്റ് ചെയ്യുന്നത്, നോർക്ക വഴി എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം പ്രോഗ്രാംസ് ആണ് അവർക്ക് വേണ്ടി നടപ്പിലാക്കുന്നത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പ്രവാസി ആൻഡ് ഫോറിൻ റെമിറ്റൻസ് എന്നുള്ള ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ആൻഡ് ദി ലാസ്റ്റ് പാർട്ട് ഈസ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്. ആസ് ഐ മെൻഷൻഡ് ഏർലിയർ, നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ യൂണിക് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കേരളത്തിന്റെ വികസന മാതൃകയാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. കേരളത്തിന്റെ ലാൻഡ് റിഫോംസ്, സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ടേക്കൺ ബൈ ദി ഗവൺമെന്റ്, ഡെവല്യൂഷൻ ഓഫ് പവർ, ദാറ്റ് ഈസ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ഇൻ കേരള, ഹൗസിംഗ് പോളിസീസ്, ടൂറിസം, വുമൺ എംപവർമെന്റ്, സോഷ്യൽ വെൽഫെയർ സ്കീംസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റോൾ ആൻഡ് ഫംഗ്ഷൻ ഓഫ് കേരള പ്ലാനിംഗ് ബോർഡ്.
നമ്മൾ നീതി ആയോഗിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ, പ്ലാനിംഗ് കമ്മീഷന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ചില റോളും ഫംഗ്ഷൻസും അതുപോലെ തന്നെ ഇതിന്റെ കീഴിൽ നടന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഇൻസിഡൻസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാറുണ്ട്. അച്ചീവ്മെന്റ്സ് ഓഫ് കേരള ഇൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടർ. കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേരളം ഹെൽത്ത് സെക്ടറിലും എഡ്യൂക്കേഷൻ സെക്ടറിലും ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുതിച്ചുകാട്ടാണ്. അപ്പൊ കേരളത്തിന്റെ ഹെൽത്ത് സെക്ടറിനെ കുറിച്ചും അതേപോലെ തന്നെ കേരളത്തിന്റെ എഡ്യൂക്കേഷൻ സെക്ടറിനെ കുറിച്ചുള്ള ഒരു തറ അനാലിസിസ് ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അച്ചീവ്മെന്റ്സ് ഓഫ് കേരള ഇൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടർ, അതിന്റെ പോളിസീസ്, ഈ എഡ്യൂക്കേഷൻ സെക്ടറുമായി ബന്ധപ്പെട്ട് കേരളം നടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടറുമായി ബന്ധപ്പെട്ട് കേരളം നടത്തിയിരിക്കുന്ന പോളിസീസ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസ്, ഇനീഷ്യേറ്റീവ്സ്, അതിന്റെയൊക്കെ ഇമ്പാക്ട്സ്, കേരള എക്കോണമി അതെങ്ങനെയൊക്കെയാണ് ബാധിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. സോ ദിസ് ഈസ് ദ സിലബസ് ഓഫ് ഇക്കോണമി. ഇപ്പോൾ KS-ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. സിലബസ് കുറച്ച് വൈഡ് ഏരിയ ആണ്. അപ്പോൾ അത് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്പെഷ്യൽ സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എക്കണോമിക്സിന്റെ ചില ബേസിക് ടെർമിനോളജീസ് പഠിക്കുക എന്നുള്ളതാണ്. ആ ബേസിക് ടെർമിനോളജീസ് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഇത്തരം ഈ ഒരു ഏരിയാസ് ഒക്കെ കൃത്യമായിട്ട് കവർ ചെയ്യാൻ സാധിക്കുള്ളത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഇക്കോണമി എന്ന് പറയുന്നത്, ഇതിനകത്ത് ഇന്ത്യൻ ഇക്കോണമി, എസ്പെഷ്യലി ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്നത് കറന്റ് ഈവന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യം. അപ്പോൾ കറന്റ് ഈവന്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഇപ്പോൾ ഗവൺമെന്റ് ഇപ്പോൾ പുതുതായിട്ടൊരു പോളിസി ഇറക്കുകയാണെങ്കിൽ, ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തു, അല്ലെങ്കിൽ ഇക്കണോമിക് സർവേ റിലീസ് ചെയ്തു, ഇതൊക്കെ നമ്മുടെ ഈ ഇന്ത്യൻ ഇക്കോണമിക്കകത്തേക്കുള്ള അപ്ഡേഷൻ. അപ്പൊ ഡേറ്റ നമുക്ക് കൃത്യമായിട്ട് വേണം. നമ്മൾ ഓരോ കാര്യത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ഏജൻസീസ് റിലീസ് ചെയ്യുന്ന ഡേറ്റകൾ നമ്മൾ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. അപ്പൊ ആ രീതിയിൽ ഇക്കണോമിക്സിന്റെ ബേസിക്സ് പഠിക്കുക, ഇതുപോലുള്ള ഡേറ്റകൾ, ആർട്ടിക്കിൾസ്, അങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ വായിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലൊരു തറവ് അനാലിസിസ് നടത്തിക്കൊണ്ട് ഇക്കോണമി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറ്റാൻ സാധിക്കുള്ളൂ. മാത്രമല്ല നമുക്ക് സിലബസ് കവർ ചെയ്ത് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. സോ ദിസ് ഈസ് ദി സ്ട്രാറ്റജി ടു ബി ഫോളോഡ്. ഈ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇതിലൂടെ തരാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ ഏരിയ വൈസും ഓരോ ടോപ്പിക് വൈസും ഒരു തരം അനാലിസിസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു.